PV അൻവറിനെ അനുനയിപ്പിക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്നലെ രാത്രി PV അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി. UDF-ലേക്ക് ഇല്ലെന്ന് PV അൻവർ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് കൂടിക്കാഴ്ച. വളരെ നിർണായകമായ ഒരു നീക്കമാണ് ഇന്നലെ രാത്രി നടന്നിട്ടുള്ളത്. വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. വിപിൻ, ഇങ്ങനെ അൻവർ ഓരോ നിമിഷവും രാവിലെ പറയുന്നു ഞാൻ മത്സരിക്കും, വൈകിട്ട് പറയുന്നു മത്സരിക്കുന്നില്ല, ഒടുവിൽ മത്സരിക്കുന്നില്ല എന്നതിലേക്ക് എത്തിച്ചേർന്നതാണ്. പക്ഷേ ഇന്നലെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതകളായിരുന്നു. പക്ഷെ രാത്രിയുള്ള ഈ കൂടിക്കാഴ്ച അത് തീർച്ചയായിട്ടും വളരെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുണ്ടോ? എന്താണ് അവിടെ നടന്നത്? ഗുഡ് മോർണിംഗ് സ്മിത, ഉന്മേഷ്. ഇത് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള UDF-ന്റെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കമായിട്ട് വേണം മനസ്സിലാക്കാൻ. കാരണം UDF-ലേക്ക് ഇല്ല എന്ന് ഇന്നലെ PV അൻവർ പ്രഖ്യാപിക്കുന്നു. അദ്ദേഹം മത്സര രംഗത്തേക്ക് ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാതിരിക്കുകയും ചെയ്യുന്നു. UDF ആണെങ്കിൽ അദ്ദേഹം തീരുമാനിക്കട്ടെ, UDF നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയെ അനുകൂലിക്കട്ടെ എന്നുള്ള ഒരു തീരുമാനം എടുത്തു നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറിന്റെ ഒതായിലുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി 11:45 ഈ കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത്. അത് ഒരു അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കുക, ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് അത് ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതായിരുന്നു പ്രധാനമായും ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്, PV അൻവറിന്റെ എന്തായിരിക്കും പ്രതികരണം എന്നുള്ളതൊക്കെ ഇന്ന് വരാനിരിക്കുകയാണ്. എന്തായാലും UDF-ന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു അനുനയ ശ്രമങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതായി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നേരിട്ട് PV അൻവറിനെ കാണാനെത്തിയത്. കാരണം ആദ്യഘട്ടത്തിൽ VD സതീശനൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടെടുത്തിരുന്നു, ഈ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുക, അതിനുശേഷം അസോസിയേറ്റ് മെമ്പർ ആക്കുക എന്നുള്ളത്. കാരണം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ച നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ PV അൻവർ പറഞ്ഞത് കുറച്ച് കടന്നുപോയി. അതുകൊണ്ട് തന്നെ അതിന് ഒരു തിരുത്തലുണ്ടായാൽ മാത്രം UDF-ന്റെ പ്രവേശനത്തെക്കുറിച്ചിട്ടുള്ള ഒരു സഹകരണം എന്നുള്ള കടുത്ത നിലപാടാണ് എടുത്തത്. PV അൻവർ ആകട്ടെ ഇതിനെല്ലാം പിന്നിൽ VD സതീശനാണ് എന്നുള്ളതായിരുന്നു ഇത്രയും പറഞ്ഞു വെച്ചത്. ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലും UDF-ലെ കുറെ നേതാക്കളെ ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ VD സതീശനെ വളരെ രൂക്ഷമായി തന്നെ വിമർശിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അത്തരത്തിൽ ആ വാർത്താ സമ്മേളനത്തിനൊക്കെ ശേഷം ഇനിയൊരു ചർച്ചയ്ക്കില്ല, അൻവർ എല്ലാം തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു UDF-ലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും ഒരു അനുനയ നീക്കം നടന്നിരിക്കുന്നു. അതായത് അൻവറിന്റെ വോട്ട് കൂടി തങ്ങൾക്ക് വേണം എന്നുള്ളതിലേക്ക് തന്നെ UDF എത്തിയിരിക്കുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ അത് ജയപരാജയങ്ങളെ ബാധിക്കുന്ന രീതിയിൽ തന്നെ, അതിനെയൊക്കെ സ്വാധീനിക്കുന്ന രീതിയിൽ തന്നെ വളരും എന്നുള്ളത് കൂടി മനസ്സിലാക്കിയായിരിക്കാം ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത് രാഹുൽ. കാരണം ഒരു നിലപാട് പ്രഖ്യാപിച്ചതിന് ശേഷം ഇനി UDF-ലേക്ക് VD സതീശൻ നയിക്കുന്ന UDF-ലേക്ക് ഇല്ല എന്നുള്ളതായിരുന്നു അൻവറിന്റെ കൃത്യമായിട്ടുള്ള ഒരു നിലപാട്. അദ്ദേഹം മത്സര രംഗത്തേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടി ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയും സംസാരിക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ അതിനോട് ഒരു എത്രത്തോളം പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും ഇനി ഒരു UDF പ്രവേശനം അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥിയുമായി സഹകരിച്ചു പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വരും മണിക്കൂറിൽ കുറച്ചുകൂടി കൃത്യമാവും. വലിയൊരു രാഷ്ട്രീയ ചലനം ഇതുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ഉണ്ടായിരിക്കുന്നു. ഏതായാലും അത് ഒരു പ്രധാനപ്പെട്ട നീക്കമാണ്. പക്ഷേ അൻവർ വഴങ്ങുമോ, അതുമായി ബന്ധപ്പെട്ട അൻവറിന്റെ നിലപാട് എന്ത്, അക്കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്.